നമസ്കാരം കൂട്ടുകാരെ, എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ? അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ. അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത്. അയോധ്യയിലെ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയ രാമനും ലക്ഷ്മണനും സീതയും കാടുകളിലൂടെ നടന്നു. അവരുടെ പുതിയ വീടായിരുന്നത് വലിയ കാടുകളും പർവ്വതങ്ങളുമായിരുന്നു. ഈ യാത്രയിൽ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പഴങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. രാത്രിയായാൽ ഉറങ്ങാൻ മരച്ചില്ലകളോ പാറകളോ ആയിരുന്നു അവരുടെ കിടക്ക. ഈ യാത്രയിൽ അവർക്ക് ഒരുപാട് നല്ല ആളുകളെ കാണാൻ കഴിഞ്ഞു. കാടുകളിൽ ധ്യാനിച്ചിരുന്ന സന്യാസിമാരായിരുന്നു അവർ. സന്യാസിമാർക്ക് രാമനെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അവർ രാമനെ സ്നേഹത്തോടെ സ്വീകരിച്ചു. പക്ഷേ ആ സന്യാസിമാരെ ദുഷ്ടന്മാരായ രാക്ഷസന്മാർ എപ്പോഴും ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം രാമനും സീതയും ലക്ഷ്മണനും നടന്നു പോകുമ്പോൾ ഭീകരനായ വിരാധൻ എന്ന രാക്ഷസൻ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. വിരാധന് വളരെ വലിപ്പമുണ്ടായിരുന്നു. അവൻ രാമനെയും ലക്ഷ്മണനെയും ഉപദ്രവിച്ച ശേഷം സീതയെ കൊണ്ടുപോകുവാൻ ശ്രമിച്ചു. നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, വിരാധൻ അഹങ്കാരത്തോടെ പറഞ്ഞു. എന്നാൽ രാമനും ലക്ഷ്മണനും ഒട്ടും ഭയപ്പെട്ടില്ല. അവർ രാക്ഷസനോട് ധീരമായി യുദ്ധം ചെയ്തു. രാക്ഷസനെ അമ്പെയ്ത് കൊല്ലാമെന്ന് വിചാരിച്ചപ്പോൾ അവനിലേക്ക് അമ്പുകൾ തുളച്ചു കയറില്ലെന്ന് അവർക്ക് മനസ്സിലായി. വിരാധനെ കൊല്ലാൻ സാധാരണ രീതിയിൽ കഴിയില്ലായിരുന്നു. ഒടുവിൽ രാമനും ലക്ഷ്മണനും ചേർന്ന് അവനെ കുഴികുത്തി മൂടി. അതോടെ അവന്റെ ദുഷ്ടത അവസാനിച്ചു. കാട്ടിലൂടെ യാത്ര തുടർന്നപ്പോൾ രാമൻ മഹർഷിമാരെയും കണ്ടുമുട്ടി. ശരഭംഗൻ എന്നൊരു മുനി രാമനെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു. രാമനെ കണ്ടുമുട്ടുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ അന്ത്യാഭിലാഷമായിരുന്നു. രാമനെ കണ്ടതും അദ്ദേഹം സമാധാനത്തോടെ മരിച്ചു. പിന്നീട് രാമൻ അഗസ്ത്യൻ എന്ന മഹാനായ മുനിയെ കാണാൻ പോയി. അഗസ്ത്യമുനി രാമനെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും നല്ലൊരു അമ്പും വില്ലും കൊടുക്കുകയും ചെയ്തു. ഈ വില്ല് പിന്നീട് രാമന് യുദ്ധത്തിൽ ഒരുപാട് സഹായകമായി. കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ? കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ.